സിരിജി 4 ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഈ മഴ വരുമ്പോൾ ഭയപ്പെടണം. കാരണം 2018 തുടങ്ങിയ ഒരു പ്രളയം അത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വീണ്ടും പ്രളയം ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ തരുമ്പോഴും പല ജില്ലകളിലും റെഡ് അലർട്ട് ഒക്കെ പറയുമ്പോഴും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഏതാണ് ആ ജില്ലകൾ? ശരിക്കും പറഞ്ഞാൽ ഈ മഴ മുന്നറിയിപ്പ് നമുക്ക് വലിയ അപായ ഭീഷണിയാണ് നൽകുന്നത്. പ്രധാനമായിട്ടും ഇപ്പം റെഡ് അലർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ട് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മളത്ര ഗൗരവമായി എടുത്തില്ലായിരുന്നെങ്കിലും ഇപ്പോൾ എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുകയാണ്. ഒപ്പം വടക്കൻ കേരളത്തിൽ നമുക്ക് കണ്ടതാണ് റോഡുകളടക്കം ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നൽകുമ്പോൾ നദികളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ. ഈ പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലുമൊക്കെ നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നപ്പോഴാണ് 2018 പ്രളയം ഉണ്ടാകുന്നത്. കാരണം ഈ വെള്ളത്തിന് പിന്നീട് ഒഴുകി പോകാനുള്ള അവസ്ഥയോ അല്ലെങ്കിൽ സാഹചര്യം ഒന്നും ഉണ്ടായില്ല. നമുക്കറിയാം, കിഴക്കൻ മേഖലയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം സ്വാഭാവികമായിട്ടും നമ്മുടെ വേമ്പനാട്ട് കായലിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ ഈ ഹരിപ്പാട് ആ ഭാഗത്തേക്കൊക്കെ പോകുന്നു എന്ന രീതിയിലൊക്കെയാണ്. പക്ഷേ വെള്ളം എങ്ങോട്ട് ഏത് ദിശയിലൊക്കെ പോകുന്നു പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ മുന്നറിയിപ്പ് നൽകുന്നത് പത്തനംതിട്ട ജില്ലയിൽ അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ മീനച്ചിലാറ്, ഇതൊരു വലിയ മണിമലയാറ്. കോട്ടയം ജില്ലയിലാണ് മീനച്ചിലാറുള്ളത്. കോഴിക്കോട്, കോരപ്പുഴ ഇവിടങ്ങളിലെല്ലാം ജലനിരപ്പ് ഉയരും. അപ്പോൾ കോട്ടയം ജില്ലയിലെ അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ മണിമലയാറിലും അതുപോലെ മീനച്ചിലാറിലും വെള്ളം ഉയരുക എന്ന് പറയുന്നത് മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭയപ്പെടുത്തുന്ന, ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. 2018 ജലനിരപ്പ് ഉയർന്നപ്പോൾ അന്ന് പറഞ്ഞു കേട്ടത് പല ഡാമുകളിലും വെള്ളം നിറഞ്ഞു. അത് വളരെയധികം ജലനിരപ്പിൻ്റെ കപ്പാസിറ്റിയേക്കാൾ ഉയർന്നു. അന്ന് ഒരുമിച്ച് ഡാമുകളിലെ ഷട്ടർ തുറന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും അത് ഉണ്ടാകാതിരിക്കാനാവാം ഇപ്പോൾ പല ഡാമുകളുടെയും ചെറിയ ചെറിയ ഷട്ടറുകൾ ചെറിയ രീതിയിലൊക്കെ തുറന്നു വിടുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ വള്ളംകുളത്ത് ഒരു KSEBിയുടെ വൈദ്യുതി നിർമ്മിക്കുന്ന പവർ സ്റ്റേഷനുണ്ട്. അവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അവിടെ നിന്ന് വെള്ളം ഒഴുക്കി കളയാനായിട്ട് തീരുമാനിച്ചു. കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ കോരപ്പുഴ നിറഞ്ഞൊഴുകുക എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. കാരണം ഈ വയനാട് മേഖലകളിൽ നിന്നുൾപ്പെടെ കുതിച്ചെത്തുന്ന ഈ വെള്ളം കോരപ്പുഴ വഴിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് കോഴിക്കോട് അത്തരത്തിലുള്ളൊരു മാർഗ്ഗനിർദ്ദേശം അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നത്. വയനാട്ടിലേക്ക് പോയാൽ കബനി നദിയും വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. അപ്പോൾ കബനിയും കഴിഞ്ഞ തവണയൊക്കെ നിറഞ്ഞൊഴുകുകയും കരയിൽ താമസിക്കുന്നവരുടെ അടുത്തൊക്കെ വെള്ളം കയറി പിന്നീട് ജില്ലാ ഭരണകൂടം ഇടപെട്ടാണ് പലരെയും മാറ്റിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലകൾ വലിയ ആശങ്കയിലാണ്. ഇപ്പം തന്നെ പുറത്തേക്ക് വരുന്ന വാർത്ത കൊല്ലം ജില്ലയിൽ ശക്തമായ കാറ്റടിക്കുന്നു, വീടുകൾക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീഴുന്നു, ഇത്തരത്തിലുള്ള ആശങ്കയുണ്ട്. പക്ഷേ ഇത്തരത്തിൽ മരം വീഴുന്നു അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അപകടം ഉണ്ടാകുന്നു, ഇതൊക്കെ നമുക്ക് സഹിക്കാവുന്നതാണ്. പക്ഷേ നദികളിൽ വെള്ളം കുതിച്ചെത്തുക എന്ന് പറഞ്ഞാൽ നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. വൻതോതിൽ വെള്ളം ഒഴുകിയെത്തിയാൽ ഈ കരപ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലാവും. അതുകൊണ്ട് തന്നെ പറയുന്നു, നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ കനത്ത ജാഗ്രത പുലർത്തണം. എന്തെങ്കിലും തരത്തിലുള്ള അപായ മുന്നറിയിപ്പ് കിട്ടിയാൽ സ്വാഭാവികമായിട്ട് ഈ മഴയൊക്കെ ഉണ്ടാകുന്ന രാത്രി സമയത്താണ്, പുലർച്ചെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഉറങ്ങുന്ന സമയമായിരിക്കും. ആ സമയത്ത് ഈ വെള്ളം പുഴയൊക്കെ കവിഞ്ഞൊഴുകി കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയുക പോലില്ല കോരപ്പുഴയോ അതല്ലെങ്കിൽ ഈ പറയുന്ന കബനി നദിയോ മീനച്ചിലാറോ ഒക്കെ കരകവിഞ്ഞ് ഒഴുകാം. ഇപ്പോൾ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടുക്കി ജില്ലയൊക്കെ സംബന്ധിച്ചിടത്തോളം മീനച്ചിലാർ കരകവിഞ്ഞ് ഒഴുകുക എന്ന് പറയുന്നത് അവർക്കുള്ള ആദ്യത്തെ മുന്നറിയിപ്പാണ്. എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഈ വെള്ളം കരയിലേക്ക് കയറാം, വീടുകളിലേക്ക് കയറാം എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പാണ്. പത്തനംതിട്ടയിൽ ഇതുപോലെയാണ്. ഒരുപാട് ഡാമുകളുള്ള ജില്ലയാണ്. അതുപോലെ തന്നെ നിരവധി നദികളിലൂടെ വെള്ളം കുതിച്ചെത്തുകയും ചെയ്യും. പലപ്പോഴും ഇത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിൽ ഈ വള്ളംകുളത്ത് തന്നെ ഓറഞ്ച് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ വള്ളംകുളം എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രാമമാണ്, തിരുവല്ലയ്ക്ക് അടുത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെയൊന്നും ഇത്ര പ്രഖ്യാപിച്ചാൽ നമ്മൾ ഗൗരവത്തോടെ കാണില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ കാണണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. അത് 2018 അനുഭവം വെച്ചാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ജാഗ്രത ആകേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഈ മഴയെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ജാഗ്രത മാത്രമല്ല ഭയവും കൂടിയാണ്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഒരു പ്രളയം വരാം എന്നുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ സർക്കാരുകൾ മുന്നോട്ട് പോകുന്നതും ജനങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഈ തീരദേശത്ത് താമസിക്കുന്നവരും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും ഒക്കെ പണ്ട് ഈ സർക്കാർ പറയും നിങ്ങൾ പിന്നെ ഈ മറ്റേ ക്യാമ്പുകളിലേക്കൊക്കെ പോകണം, പിന്നെ വലിയ ദുരന്തമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്, ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതകളുണ്ടെന്ന് പറയുമ്പോൾ പലരും പോവില്ല, വീടും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും, സാധനങ്ങൾ ഒലിച്ചു പോകും എന്നൊക്കെ പറയും. പക്ഷേ ഈ 2018 ശേഷം
അതിലൊക്കെ വലിയ മാറ്റമുണ്ട്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും വെള്ളം പിന്നെ ഉയർന്ന് വന്ന ആ പ്രദേശം മുഴുവൻ മുങ്ങാൻ സാധ്യതയുള്ള വീടുകളിലൊക്കെ ആളുകൾ സർക്കാർ പറയുന്ന ക്യാമ്പുകളിലേക്ക് മാറാൻ ഇപ്പോൾ സന്നദ്ധരായിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പലപ്പോഴും പറയുന്നത് ഈ മുന്നറിയിപ്പിന്റെ അപാകതകളാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങൾ വരുത്തി വെക്കുന്നത്. അത് കൃത്യസമയത്ത് അറിയിക്കാത്തതാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നേരത്തെ തന്നെ കേന്ദ്രം മുന്നറിയിപ്പുകൾക്ക് നൽകുന്നുണ്ട്. ഇന്ന പ്രദേശങ്ങളിലെ വെള്ളങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്, പിന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കണം. ഒപ്പം സർക്കാർ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുന്നു. ഇപ്പൊ റോഡുകളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിയാൽ ഒരു മഴ ഒരു 2 മണിക്കൂർ നിർത്താതെ മഴ പെയ്താൽ ആ റോഡ് മുഴുവൻ വെള്ളത്തിനടിയിലായി. അത്ര അവസ്ഥയിലാണിപ്പോ. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഒരു 3-4 മണിക്കൂർ മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പുഴകളെല്ലാം കവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലേക്ക് പോകും. അത് ചിലപ്പോൾ പ്രളയത്തിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 4 ജില്ലകളിലാണ് പ്രളയ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്ന 4 ജില്ലകളിലെ മുന്നറിയിപ്പാണ്. ഇത് വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം ഇപ്പോൾ ഒരു 3-4 ദിവസമായി അതിശക്തമായ കാറ്റും മഴയുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഇതിനെ നിസ്സാരമായി കാണരുത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ജലം ഒഴുകി പോകാനുള്ള ഈ മാർഗ്ഗങ്ങളുണ്ട്, അതെല്ലാം തന്നെ അടഞ്ഞു. ഇപ്പം 6 വരി പാതയുടെ നിർമ്മാണം അത് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ നടക്കുന്നുണ്ട്. അത് പലയിടത്തും റോഡിൽ വെള്ളം ഒഴുകി പോകാനുള്ള ഓടകൾ, കനാലുകൾ ഇതൊക്കെ തന്നെ ഏതാണ്ട് പകുതിയിലധികം അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം എങ്ങോട്ട് ഒഴുകി പോകുന്നുള്ള വലിയ ആശങ്കയാണ്. കാരണം 6 വരി പാത നിർമ്മിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണെങ്കിലും ഈ പ്രദേശത്ത് പണ്ടുമുതലേ താമസിക്കുന്ന ആളുകളുണ്ട്. അവിടങ്ങളിലുള്ള വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതൊക്കെ ചെറിയ ഓടകൾ വഴിയാണ് ഒഴുകി പോകുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്തം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കാണ്. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ജൂൺ എത്തുന്നതിന് മുമ്പ്, അതായത് മൺസൂൺ കാലം എത്തുന്നതിന് മുമ്പ് അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ, ക്ലീനിങ് ഒക്കെ നടത്താറുണ്ട്. പക്ഷേ ഇത്തവണ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇത് സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. കാരണം എന്താ പറയുക, മഴ കനത്തു തുടങ്ങിയതേ ഉള്ളൂ. അപ്പം മൺസൂൺ ജൂൺ ആദ്യം എത്തുമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ തെക്ക് കിഴക്കൻ മൺസൂണൊക്കെ വന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശങ്ക പരത്തിക്കൊണ്ട് മെയ് ഏതാണ്ട് അവസാന ആഴ്ച എത്തിയപ്പോൾ തന്നെ മഴ കനത്തു തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ ശക്തി കൂടിയിട്ടുണ്ട്. അപ്പോൾ ജൂൺ ഒരു ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഈ മഴയുടെ ശക്തി ഒരു പക്ഷേ കുറഞ്ഞേക്കാം. പക്ഷെ അതുവരെ ഈ വെള്ളം കുത്തിയൊലിച്ചെത്തുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പത്തനംതിട്ടയിലെ അച്ചൻകോവിൽ ആറിൻ്റെ അടുത്തും ഈ വെള്ളം കവിഞ്ഞെത്താനുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ കല്ലേലി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും വെള്ളം കയറാവുന്ന വനമേഖല കൂടിയാണ്. ആ ഭാഗത്തൊക്കെ വെള്ളം കയറിയാൽ ഉണ്ടാകുന്ന ആശങ്ക, ഇപ്പോൾ ഈ വെള്ളം കയറുന്നതോ അല്ലെങ്കിൽ കരയിലേക്ക് കയറുന്നതോ മാത്രമല്ല, കാരണം വെള്ളത്തിൽ വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ വാഹനങ്ങൾ കുഴിയാണെന്ന് അറിയാതെ വണ്ടി കൊണ്ടിറക്കാം. രാത്രി കാലങ്ങളിലുള്ള യാത്ര വളരെ സൂക്ഷിക്കണം. വിദ്യാർത്ഥികൾ ഇപ്പോൾ മീൻ പിടിക്കാനോ അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കാനോ അങ്ങനെയൊക്കെ ഇറങ്ങാം. ഇപ്പം തന്നെ 3-4 കുട്ടികൾ ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞു. ഇനി മീൻ പിടിക്കാൻ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വൈദ്യുതി കമ്പി പൊട്ടി വെള്ളത്തിൽ വീഴാം. അത്തരം ഒരു അപകടം മലബാറിൽ ഉണ്ടായിട്ടുണ്ട്. 2 ഇരട്ട സഹോദരങ്ങൾ മരിച്ചു മീൻ പിടിക്കുന്ന. 6 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അധികൃതരും പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വയം കുറേ നിരീക്ഷണം നടത്തുക, നമ്മൾ കുറേ കൂടുതൽ ശ്രദ്ധ പുലർത്തുക, എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അപകടങ്ങളെയൊക്കെ തരണം ചെയ്യാൻ പറ്റൂ. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഗ്രാമീണ മേഖലയിൽ, അതായത് ദേശീയപാതയുടെ ഇരുവശങ്ങളിലും താമസിക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് വൻതോതിൽ വെള്ളം കയറാനുള്ള സാധ്യതയാണ്. അത് വലിയൊരു പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും ഒക്കെ ഇനി ഇടയാക്കും. ഈ വെള്ളം ഒഴുക്കിക്കളയാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നിലവിൽ സാധ്യമല്ല. കാരണം ആ ഓടകളേക്കാൾ ഏതാണ്ട് അരയടിയിലധികം പൊക്കത്തിലാണ് ഇപ്പോൾ റോഡ് ഉയർന്നിരിക്കുന്നത്. അത്രയും ഉയരത്തിൽ പോകുന്ന റോഡിൻ്റെ വെള്ളം സ്വാഭാവികമായിട്ടും താഴേക്ക് കുതിച്ചു വരും. ഈ വെള്ളമെല്ലാം തന്നെ പണ്ട് ഈ ചെറിയ തോട്ടിലേക്ക്, പുഴയിലേക്കൊക്കെ തിരിച്ചു വിടുമായിരുന്നു. ഇതൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ വീടുകളിൽ വെള്ളം കയറുകയും കൂടുതൽ അഭയാർത്ഥി ക്യാമ്പുകൾ ഇത്തവണ തുറക്കേണ്ട ഒരു സ്ഥിതിയുമുണ്ട്. 2018 സമാനമായ രീതിയിൽ ഇത്തവണ മൺസൂൺ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശം. അതുകൊണ്ടാണ് ഓരോ ദിവസവും റെഡ് അലർട്ടും യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ മാറി മാറി വരുന്നത്. അപ്പോൾ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഉള്ളവർ ശ്രദ്ധിക്കണം. കഴിഞ്ഞ തവണ 2018 പ്രളയത്തിൽ മധ്യകേരളത്തിലുള്ളവരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തഫലം അനുഭവിച്ചത്. പലർക്കും 2 നിലയുള്ള വീടുകളിൽ നിന്ന് പോലും ഓടി മാറേണ്ട അവസ്ഥയുണ്ട്. പിന്നെ ഇതുപോലെ ആലുവ, അതുപോലെ തന്നെ ഈ പറവൂർ ഭാഗങ്ങളിലും ഒക്കെ കനത്ത വെള്ളപ്പാച്ചിലുണ്ടായി. അപ്പോൾ അത്തരത്തിലൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് അധികൃതർ മുൻകരുതലെടുക്കണം. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അത് തന്നെയാണ്. മഴ ശക്തി പ്രാപിക്കുമ്പോൾ നമ്മൾ അതിനെ നിസ്സാരമായി കാണരുത് എന്നുള്ളത് തന്നെയാണ്. നിസ്സാരമായി കണ്ടാൽ വീണ്ടും
നമ്മൾ വലിയ ദുരന്തത്തിലേക്കും അപകടങ്ങളിലേക്കും ചെന്നെത്താനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന ജില്ലകളിലൊക്കെ വെള്ളം ഉയരാനും പ്രളയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2018 നമ്മൾ കണ്ട വളരെ ശക്തമായ വളരെ ദുരന്തപൂരിതമായ ഒരു പ്രളയമായിരിക്കില്ല, പക്ഷെ അതിന് സമാനമായ രീതിയിലുള്ള പ്രളയമായിരിക്കാം വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നറിയിപ്പാണ് തരുന്നത്. അതിന് കൃത്യമായ ജാഗ്രതയൊക്കെ സർക്കാർ പാലിക്കുക, അവർ മുൻകരുതലുകൾ എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എങ്കിൽ പോലും ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും പുറത്ത് അതിശക്തമായ മഴയാണ് കൊച്ചിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ തന്നെ പലതും ഈ കുഴികളായി വെള്ളം നിറഞ്ഞ് നമ്മൾ പോലും റോഡെന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്നത് ചെന്ന് വീഴ്ന്നു കൊടുക്കുന്നത് കുഴിയിലായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് രാത്രികാലങ്ങളിൽ ശക്തമായ മഴയത്ത് യാത്ര ചെയ്യുന്നവർ, കുട്ടികളൊക്കെ ഈ പുഴഭാഗത്ത് ചെന്നിരുന്ന് മീൻ പിടിക്കാൻ പോകുന്ന കുട്ടികൾ, മുതിർന്നവരാണെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചാൽ ജാഗ്രത പാലിച്ച് ഭയത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പൊ ഈ മത്സ്യബന്ധ തൊഴിലാളി അവരുടെ കാര്യം നമ്മൾ പറഞ്ഞു, ഇപ്പൊ വിഴിഞ്ഞത്ത് തന്നെ ഇന്നൊരു വള്ളം മറിഞ്ഞ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ബോട്ടിലല്ലാതെ ഒറ്റയ്ക്ക് മീൻ പിടിക്കാൻ പോകുന്നത്, കാരണം മീനൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കുത്തൊഴുക്കിൽ വരുന്ന വെള്ളത്തിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ടാവും, പുഴ മത്സ്യങ്ങളൊക്കെ. പക്ഷെ ഇതൊക്കെ പിടിക്കാനായിട്ട് പോകുന്നവർ ഇത്തരത്തിലുള്ള ജാഗ്രത പാലിക്കണം. കാരണം ഇലക്ട്രിസിറ്റിയാണ്, ആ കമ്പികൾ പൊട്ടി വീഴാം, അതുപോലെ തന്നെ കുത്തൊഴുക്കാണ്, എങ്ങനെ പിടിച്ചു നിൽക്കുന്നത് വെള്ളം ഏത് രീതിയിൽ വരുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പത്തനംതിട്ടയിൽ, കോട്ടയത്ത്, കൊല്ലത്ത്, ആലപ്പുഴയിലൊക്കെ കനത്ത സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളൊക്കെയാണ് ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതൊക്കെ അനുസരിക്കുക. റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട് ഇതൊക്കെ മാറി മാറ്റി പ്രഖ്യാപിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മുൻകരുതൽ നമ്മൾ സ്വീകരിക്കുക. പിന്നെ വീട്ടിലിരിക്കുന്ന ആളുകൾ, കുട്ടികളെ കൂടുതൽ ശ്രദ്ധയോടുകൂടി പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ അടക്കം നോക്കുക. രാത്രി കാലങ്ങളിൽ ഇപ്പോൾ മലയോര മേഖലകളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്ര ഏതാണ്ട് സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എന്തായാലും കുറേ മരങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ KSRTC ബസ്സിൻ്റെ മുന്നിൽ തന്നെ മരം വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും ഭയം വേണ്ട, അല്ലേ? ഭയവും വേണം, ജാഗ്രതയും വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.